അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫയുടെ പരാമർശത്തിന് അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഒരു ഹദീസാണ് ഇമാം മുസ്ലിമും ബുഖാരിയുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. മഹ്മൂദ് ബിൻ റബീ പറയുന്നൊരു സംഗതി. മഹ്മൂദ് ബിൻ റബീ അദ്ദേഹം ശിശുവായിരിക്കെ, കുട്ടിയായിരിക്കെ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പി എന്നതാണ് മുസ്തഫ ആക്ഷേപമായിട്ട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യതല്ലാത്ത ഒരു കാര്യം ചെയ്യുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ, ഒരു കുട്ടിയുടെ മുഖത്ത് തുപ്പോ എന്നൊക്കെയാണ് മുസ്തഫയുടെ ചോദ്യം. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുമ്പോഴേ മൂപ്പർക്ക് തകരാറുള്ളൂ. മൂപ്പർ തന്നെ പറയുന്ന തിരുത്തപ്പെട്ടിട്ടില്ല എന്നും തിരുത്തപ്പെടുക സാധ്യമല്ല എന്നും പറയുന്ന പൂർവ്വവേദങ്ങളിൽ ഇങ്ങനെയുള്ളതാണെങ്കിൽ മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഖുർആനിൽ പറഞ്ഞാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ഒരു കുട്ടിയുടെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പണതിനേക്കാൾ മാരകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിന്, പ്രവാചകന്മാരുടെ റഹ്മത്തിന് അനുയോജ്യമല്ല എന്ന് മുസ്തഫ പറയുന്ന ചില സംഗതികൾ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം. ഇവിടെ മഹ്മൂദ് ബിൻ റബീ പറയുന്ന സംഗതി എന്താണ്? വഹുവല്ലദീ മജ്ജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി വജ്ഹിഹി വഹുവ ഗുലാമുൻ മിൻ ബിഇരിഹിം എന്നാണ് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളത്. ആരാണ് മഹ്മൂദ് ബിൻ റബീ? കുട്ടിയായിരിക്കെ അവരുടെ തന്നെ കിണറിൽ നിന്നെടുത്ത വെള്ളമുപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടിയാണ് മഹ്മൂദ് ബിൻ റബീ. എന്നാൽ ഈ മഹ്മൂദ് ബിൻ റബീ തൻ്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കുട്ടിയായിരിക്കുമ്പോൾ തുപ്പിയിരുന്നു എന്നുള്ളത് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മുസ്തഫയേക്കാൾ അതിൽ വിഷമുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ മഹ്മൂദ് ബിൻ റബീയൊക്കെ ആയിരിക്കണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്താണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്? വഹുവല്ലദീ മജ്ജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി വജ്ഹിഹി വഹുവ ഗുലാമുൻ മിൻ ബിഹിരിഹിം വഖാല ഉർവ അനിൽ മിസ്വർ വഗൈരിഹി യുസദ്ദിഖു കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു ഇദാ തവല്ലഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യഖ്തതിലൂന അലാ വളൂഇഹി എന്ന് പറയുന്നുണ്ട് ഹദീസിൽ. ഇതും ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത് മുസ്തഫ തള്ളിപ്പറഞ്ഞ ഹദീസ്. ഈ ഹദീസിലുള്ളതും എന്താണ്? മഹ്മൂദ് ബിൻ റബീയ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിയിട്ടുള്ളത്. എന്നിട്ട് പിന്നീട് പറയുന്നത് ഉർവത്ത് ബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ സുബൈറിൻ്റെ സഹോദരനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹായുടെ ജ്യേഷ്ഠ സഹോദരി അസ്മാഇൻ്റെ മകൻ ഉർവ, അദ്ദേഹം മിസ്വറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. വഗൈരിഹി യുസദ്ദിഖു കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു, ഓരോരുത്തരും മറ്റവരെ അവരുടെ കൂട്ടുകാരെ സത്യപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞാൽ ഈ സംഭവം പറഞ്ഞ എല്ലാവരും അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സത്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഈ കുട്ടിയുടെ മുഖത്ത് തുപ്പിയത് മാത്രമല്ല, സഹാബിമാർ ചെയ്തിരുന്ന സംഗതി എന്താ? വഇദാ തവല്ലഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യഖ്തതിലൂന അലാ വളൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ നബിയുടെ വുളുവിൻ്റെ വെള്ളം, അതായത് നബിയുടെ മുഖത്ത് നിന്ന് കയ്യിൽ നിന്നൊക്കെ വുളു ചെയ്തുമ്പോൾ ഒലിക്കുന്ന വെള്ളം കിട്ടാൻ വേണ്ടി അവർ തിക്കിത്തിരക്കുമായിരുന്നു എന്ന് ബുഖാരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് തുപ്പലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ
മഹ്മൂദ് ബിൻ റബി വല്ലപ്പോഴും ഇതിൽ വല്ല ആക്ഷേപവും ഉന്നയിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് തുപ്പിക്കളഞ്ഞു, വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് നബി എന്ന് വല്ലപ്പോഴും മഹ്മൂദ് ബിൻ റബിയ പറഞ്ഞോ? അതോ അദ്ദേഹം അതിൽ സന്തോഷിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല, പൂർവ്വ പ്രവാചകന്മാരുടെ ആരുടെ കാര്യം എടുത്താലും, ഇപ്പോൾ മുസ്തഫ പറയുന്ന തിരുത്തപ്പെട്ടിട്ടില്ലെന്ന് പറയുന്ന മുസ്തഫ അവകാശവാദം ഉന്നയിക്കുന്ന ബൈബിളുണ്ടല്ലോ, ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ വിശേഷിച്ചും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അത്ഭുത കൃത്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ അത്ഭുത കൃത്യങ്ങൾ ഇന്നത്തെ മുസ്തഫയുടെ അത് സമാന മനസ്കരുടെയും കാഴ്ചപ്പാടനുസരിച്ച് അതൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയേണ്ടി വരും. പക്ഷേ മുസ്തഫക്ക് പറയാനും പറ്റില്ല, കാരണം വേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് മുസ്തഫ പറയുന്നത്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഫറോവയ്ക്കും ആളുകൾക്കും എതിരിൽ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളെ സംബന്ധിച്ച് പഴയ നിയമം പറയുന്നുണ്ട്. അതും മുസ്തഫയ്ക്ക് വിമർശിക്കാനും തള്ളി പറയാനും പറ്റില്ല. എന്നാൽ അതേ കാര്യം വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഖുർആൻ പറയുന്നത് ഫിർഔൻ്റെ ആളുകൾക്ക് അള്ളാഹു ഫർസൽന അലൈഹിമു തൂഫാൻ, പ്രളയം, അവരെ ശല്യം ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാകത്തിൽ അവിടെ പ്രളയം ഉണ്ടാക്കി. ഫർസൽന അലൈഹിമു തൂഫാൻ, കൃഷി നശിക്കുന്ന രീതിയിൽ വെട്ടുകിളികളെ അയച്ചു. വൽ ജറാദ, അതുപോലെ തന്നെ വൽ കുമ്മല, ചെള്ള്, എവിടെ നോക്കിയാലും വീട്ടിൽ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ ചെള്ള്. അതുപോലെ ലഫാദ്, ഏത് സ്ഥലത്ത് നോക്കിയാലും തവള ഇങ്ങനെ ചാടിക്കൊണ്ട് നടക്കുക. ഇങ്ങനെ മനുഷ്യന് ദ്രോഹകരമായിട്ടുള്ള അവൻ്റെ സ്വൈരജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരുപാട് സംഗതികൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടാണ് ഖുർആനും ബൈബിളും ഒക്കെ പറയുന്നത്. ഇവിടെ മഹ്മൂദ് ബിൻ റബീൻ്റെ മുഖത്ത് തുപ്പി എന്നുള്ളത് അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എത്ര നിസ്സാരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ചില സംഗതികളുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, പ്രവാചകന്മാരെ യഥാവിധി അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവരുടെ മഹത്വങ്ങൾ വെളിപ്പെടുത്തണം, ഏത് നിലക്കുള്ള മഹത്വമായിരുന്നാലും വെളിപ്പെടുത്തുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് അവരിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അത് മതത്തിൻ്റെ ആളുകൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ അത് ഈസാ നബിയുടെ ദിവ്യത്വത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ മുസ്ലിങ്ങൾ അത് പ്രവാചകന്മാരുടെ മഹത്വത്തിൻ്റെയും അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ പ്രവാചകത്വം സമർപ്പിക്കാനുള്ള തെളിവായിട്ട് മുഅ്ജിസത്തായിട്ടൊക്കെയാണ് മുസ്ലിങ്ങളത് കാണുന്നതിനുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ഒരു മതവിഭാഗവും ലോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ മുസ്തഫ ഇവിടെ ഇവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് പറയുമ്പോൾ ഈ ആളുകൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് മൂപ്പർക്ക് പ്രശ്നമൊന്നുമല്ല. മൂപ്പർക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഈ ഹദീസ് എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. എങ്കിലേ തൻ്റെ ലക്ഷ്യം നടക്കുകയുള്ളൂ. പക്ഷെ അവിടെ മുസ്തഫ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുസ്ലിങ്ങൾക്ക് ഇതിൽ യാതൊരു പ്രയാസവും ഇല്ല, ഇതൊക്കെ വസ്തുതകളായി തന്നെ അതുള്ള സംഗതികളാണ് എന്നും പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ചില ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ചില സംഗതികൾ ചെയ്യും. അത് മുസ്ലിങ്ങൾക്ക് ആരുടെ കാര്യത്തിലാണോ അവരത് ചെയ്തിട്ടുള്ളത് അവർക്ക് ഗുണകരമായേ ഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ തയ്യാറില്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് മുസ്തഫയുടെ ഭാഗത്തു നിന്നുള്ള അബദ്ധം പറച്ചിലൊന്നുമല്ല, ബോധപൂർവം ഹദീസിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ മാത്രമാണത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ രംഗങ്ങളിൽ ഇതുപോലുള്ള സമീപനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക സന്നിഗ്ധ ഘട്ടങ്ങളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വഴി മുസ്ലിങ്ങൾ, നബിയുടെ കൂടെയുള്ള യാത്രയിലും മറ്റുമൊക്കെ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവരുടെ ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയതിൻ്റെ തെളിവുകളായിട്ട് കൂടിയാണ് അത്തരം സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുക. അതിലേക്ക് നമ്മൾക്ക് അടുത്ത് വരാവുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നബി പ്രവാചകന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഖുർആനിലും ഹദീസിലും മാത്രമല്ല, മുസ്തഫ തന്നെ അംഗീകരിക്കുന്ന പൂർവ്വവേദങ്ങളും ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ തള്ളി പറയാൻ മുസ്തഫ തയ്യാറാവുമോ? അതാണ് നമ്മളെ ചോദ്യം. മുസ്തഫ അതിന് തയ്യാറാവില്ല. കാരണം തയ്യാറായാലും മുസ്തഫൻ്റെ പീടി പൂട്ടി പോകേണ്ടി വരും. കാരണം മുസ്തഫ ഇപ്പോൾ തൻ്റെ ആശയഗതികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നും അയാൾക്ക് ആരൊക്കെയാണ് ഇതിന് പിൻബലം നൽകുന്നത്, എന്തിൻ്റെ പേരിലാണ് അവർ പിൻബലം നൽകുന്നതെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ അയാൾ തള്ളി പറഞ്ഞാൽ പിന്നെ ആ പിൻബലമൊക്കെ പോവും. അതുകൊണ്ടാണ് മുസ്തഫ ഇതിനെയൊക്കെ വെള്ളപൂശാനും എന്നാൽ ഖുർആനെ, ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഹദീസ് നിഷേധിക്കാനും ഒക്കെ ഉദ്യുക്തനാകുന്നത് എന്നതാണ് വസ്തുത.